35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. മാലിന്യമുക്ത ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ചേലുള്ള ചേലക്കര കലാലയങ്ങളിലൂടെ എന്ന മുദ്രാവാക്യവുമായി ചേലക്കര പോളിടെക്നിക് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ചേലുള്ള ചേലക്കര കലാലയങ്ങളിലൂടെ എന്ന മുദ്രാവാക്യവുമായി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷലീൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ KK, വാർഡ് മെമ്പർ നിർമ്മല, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ സീന AT എന്നിവർ സംസാരിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടും സംസാരിച്ചു. പോലീസ് ഓഫീസർ രംഗേഷ് കടവത്ത് ലഹരി വിരുദ്ധ അവബോധം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ലഹരിയിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തിലേക്ക് പെടുന്ന ഒരു മനുഷ്യജന്മത്തിന് ഒരു സ്പാർക്കാവാം, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കുമ്പോൾ അന്ന് ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നു എന്ന് ഓർമ്മിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണിത്. നിങ്ങളിപ്പോ ഈ ക്ലാസ് കേട്ട് നാളെ മുതൽ മാലിന്യത്തിൽ ഭയങ്കര ബിരുദന്മാരാകുമോ, ലഹരിയുടെ ലോകത്ത് ഭീകരന്മാരാകുമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ 11 കൊല്ലം ഞാൻ ക്ലാസ് എടുക്കുന്നത്. എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇന്ന് വരെ ഒരാൾ നന്നായിട്ടില്ല. നിങ്ങൾ നന്നാവുന്നൊരു പ്രതീക്ഷ എനിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാ വട്ടം പിന്നെ ഇങ്ങോട്ട് വരണേനോ എന്നൊരു ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. ഞാൻ വന്നത് നിങ്ങളെ നന്നാക്കാനൊന്നുമല്ല, എനിക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഞാൻ ക്ലാസിന്റെ അവസാനം പറയും. എന്തായാലും ലഹരി ഈ ലോകത്തെ വല്ലാതെ കീഴ്പ്പെടുത്തുന്നത്. ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടെന്നറിയോ. ഇതൊക്കെ ഏതെല്ലോ സ്ഥലത്ത് കണ്ടതും കേട്ടതും അപ്പോൾ ഏതൊക്കെയോ ഫാമിലിയിൽ ഇത് വല്ലാണ്ട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ ഹേർട്ട് നാടിന് നന്മയാകുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി എന്ന് പറയുന്ന സാധനം ഈ നാട്ടിൽ എനിക്ക് ചേലക്കര അറിയില്ലല്ലോ. എൻ്റെ ഭാഷ തന്നെ വേറെയാണ്. ഞാൻ ശരിക്കും ഞാൻ പറയുന്നത് പകുതി പോലും അത് മനസ്സിലാവണമെന്നില്ല. അത്രയേറെ നല്ല ഭാഷയാണ് എൻ്റെ. ഇവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല മികച്ച ഭാഷയാണ്. അപ്പൊ എനിക്കിതൊട്ട് നന്നാക്കാനൊട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്താണ്? ഈ നാട്ടിൽ ലഹരി ഉണ്ടോ എന്ന് എന്റെ ചോദ്യം. ലഹരി ഉണ്ടോ? ഇല്ല. പോട്ടെ, നാട് വിട്ടേക്ക്. നിങ്ങൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടോ? വെരി ഗുഡ്. ഇത്രയേറെ കള്ളത്തരം പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ പറയുക, ലഹരി ഉപയോഗിക്കാതെ ഈ ലോകത്ത് ഒരു മനുഷ്യജന്മവും ജീവിക്കാൻ കഴിയില്ല. ലഹരി ഇല്ലാതെ ഒരു മനുഷ്യജന്മത്തിനും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ലഹരി ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലഹരിയെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇല്ല എന്ന് പറയും. അപ്പൊ വാട്ട് ഈസ് ലഹരി എന്ന് പറയുന്നിടത്തുമാണ് ഈ പ്രശ്നം തുടങ്ങാൻ. എനിക്കറിയാം നിങ്ങൾ ലഹരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന സംഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങൾ കരുതുന്നതല്ല ലഹരി. ലഹരി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ, ഏതെങ്കിലും ഒരു സാധനത്തെ ഉപയോഗിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുകയും അതിനെ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ചെയ്യണമെന്നും വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്നും തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നുമ്പോഴും ഉപയോഗിക്കുമ്പോഴും നിങ്ങളെ തലച്ചോറിന് സന്തോഷമുണ്ടാക്കുന്നുണ്ട് എങ്കിൽ ആ തലച്ചോറിന് സന്തോഷമുണ്ടാക്കാൻ കഴിയുന്ന സാധനമാണ്, വസ്തുവാണ്, പ്രവൃത്തിയാണ്. CCV ന്യൂസ്, ചേലക്കര.